നമസ്കാരം, പ്രവാസിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28 മുൻപായി ഒരു നിർണായക നീക്കം കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. വാട്സ്ആപ്പ്, ടെലഗ്രാം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുവാൻ രജിസ്റ്റേർഡ് സിം കാർഡുകൾ ഫോണിൽ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയാണത്. ഈ സിം ഡീആക്ടിവേറ്റ് ചെയ്യുകയോ മാറ്റിയിടുകയോ ചെയ്ത ശേഷവും വാട്സ്ആപ്പ് ഉപയോഗിക്കുവാൻ കഴിയും. വിദേശത്തു നിന്നടക്കം ഇത് ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതകളും ഏറെയാണ്. അപ്പോൾ ഈ സിം കാർഡ് അല്ലെങ്കിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാങ്കേതിക സംവിധാനം മാറ്റണമെന്നാണ് നിർദ്ദേശം ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു നീക്കം വിദേശ യാത്ര നടക്കുന്നവർക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാകും എന്നൊരു ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം വൈഫൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രവാസികളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം അവർക്ക് ഇത് കൂടുതലായിട്ടും ബാധിക്കുക? നിലവിൽ പലരും സിം കാർഡ് അവിടെ താൽക്കാലികമായിട്ട് പോയിട്ട് സിം കാർഡ് എടുത്തിട്ട് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോളിംഗ് ഒക്കെ പറ്റുമായിരുന്നു. പണ്ട് കാലങ്ങളിൽ നെറ്റ് കോളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, നെറ്റ് കോളുകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ കാർഡുകൾ ഉപയോഗിച്ച് കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിലവിൽ സാധാരണ പ്രവാസികൾ ചെയ്യുന്നത് ഏത് രാജ്യത്താണോ പോകുന്നത്, ഗൾഫ് രാജ്യങ്ങൾ എവിടേക്കാണോ പോകുന്നത്, അവിടെ ചെന്നിട്ട് താൽക്കാലികമായിട്ട് 6 മാസത്തേക്കുള്ള കാലാവധിയുള്ള സിം കാർഡുകൾ വാങ്ങിയിട്ട് അവിടെ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, കാർഡുകൾ ഇത്ര രൂപയുടെ ഇത്ര ദൃഹത്തിൻ്റെയൊക്കെ കാർഡുകൾ വാങ്ങിയിട്ട് നാട്ടിലോട്ടൊക്കെ കോൾ ചെയ്യും, ആക്ടിവേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യും. അന്നൊക്കെ സിമ്മ് കിട്ടാനും വലിയ കുഴപ്പമില്ല, കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. 6 മാസത്തെ താൽക്കാലിക കാർഡ് എടുത്തതിന് ശേഷം പിന്നെ 6 മാസം കഴിഞ്ഞ് അത് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ പ്രവാസികൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ നാട്ടിലെ സിമ്മ് ഇവിടെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാണ്. വാട്സപ്പ് കോളുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, പിന്നെ ഈ പറയുന്ന മറ്റുള്ള ആപ്പുകൾ, ഇൻസ്റ്റ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നാട്ടിലേക്കുള്ള കോളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് ഇവിടെ ആക്ടിവേറ്റ് ആയി ഇരുന്നാൽ മതി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ സിമ്മ് അതാത് മൊബൈൽ ഫോണിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം, അതാത് മൊബൈൽ ഫോണിൽ ആക്ടിവേറ്റ് ആയിരിക്കണം. ഇത് വല്ലാണ്ട് പ്രവാസികളെ വലയ്ക്കാൻ സാധ്യതയാണ്. കാരണം പിന്നെ അല്ലെങ്കിൽ അവിടുന്ന് ഇതുപോലെ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ കോളുകൾ തമ്മിൽ ആക്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് ചെല്ലുന്ന കയറുന്ന പ്രവാസികൾക്ക് ഒരു വല്ലാത്ത ചതിവായിരിക്കും. കാരണം കാലാകാലങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്ന വാട്സപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇനിയിപ്പം മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കൃത്യതയിലേക്ക് പോവുകയാണെങ്കിൽ ഇവരിപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നത് നിരവധി ദുരുപയോഗം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചിപ്പം അനിതയുടെ ഒരു നമ്പർ, അനിതയുടെ നമ്മുടെ നാട്ടിൽ ഒരു നമ്പറാണെന്ന് വിചാരിച്ചു. ആ നമ്പർ ഞാനിപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന അനിതയുടെ നമ്പർ ഞാൻ കൊണ്ടുപോകുന്നു, ഞാനത് വാട്സപ്പ് യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ നമ്പർ സിമ്മ് അനിതയുടെ കയ്യിലാണ്. ഇത്തരത്തിൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്കത് മറ്റുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ദുരുപയോഗം ചെയ്യാൻ പറ്റും. ഈ സിമ്മ് തന്നെ, ഈ നമ്പർ തന്നെ ഉപയോഗിച്ച്. അപ്പം ഇത് ഏത് മൊബൈൽ ഫോണിലാണ് എന്നുള്ളത്, നാട്ടിലെ മൊബൈൽ ഫോണിലാണ് ഇത് കിടക്കുന്നത്, ഇത് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ അവിടങ്ങളിൽ ഈ ചില കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് മാഫിയകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിമിനൽസ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പം സിം ആവശ്യമില്ല. സിം ആവശ്യമുള്ള മൊബൈൽ ഫോണല്ലേ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. സിം ഇല്ലാത്ത മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിരവധി ആപ്പുകളാണ് ഇതുമൂലം ഈ സിം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ആപ്പുകളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ നമ്പർ തന്നെ ഉപയോഗിച്ച്. അപ്പോൾ അത് അവിടെ കൂടുതൽ ക്രിമിനലുകൾക്ക് കുറച്ചുകൂടി വിഹരിക്കാൻ അവർക്ക് പല കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യാനൊക്കെ സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൃത്യമായിട്ടും പല ആപ്പുകൾക്ക് ഇത്തരത്തിൽ നിർദ്ദേശം അവർ കൊടുത്തിട്ടുണ്ട്. ഏതായാലും 6 മണിക്കൂറിനുള്ളിൽ, അതായത് 6 മണിക്കൂർ കൂടുമ്പം ഈ സിമ്മ് കൃത്യമായിട്ട് ആക്ടിവേറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്യണം. വാട്സ്ആപ്പ് വെബ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഒരു ഡ്യൂറേഷൻ ടൈം അവിടെ. അതെ. ഇതിപ്പം അങ്ങനെ ഇത് ആക്ടിവേറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഏത് ഫോണിലാണോ കിടക്കുന്നത് ആ സിമ്മ് ആക്ടിവേറ്റ് ആക്കിയില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ലോഗൗട്ട് ആവും. താൽക്കാലികമായിട്ട് സിം എടുക്കാതെ തന്നെ ഇന്ത്യൻ സിം തന്നെ ഫോണിൽ ഉണ്ടെങ്കിൽ വൈഫൈ വഴി ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് ഉള്ള തടസ്സം വരില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഇതിന് ഏതായാലും റോമിംഗ് പ്ലാനും ആവശ്യമില്ലെന്നാണ് ടെലികോം വകുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് സിം, അതായത് ഈ സിം ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. നിലവിൽ വാട്സപ്പ് പോലെയുള്ള ആപ്പുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിം വേരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്ന് ഉപയോഗിക്കാൻ അതേ സിം ആവശ്യമില്ലായിരുന്നു. എന്നാൽ സിം കാർഡ് അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ ഫെബ്രുവരി 28-നകത്ത് സാങ്കേതിക സംവിധാനം, ഈ സിം ബെൻഡിങ് എന്ന് പറയും, ഈ കമ്പനികൾ മാറ്റണമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഈ ഓരോ
നിമിഷവും ഫോണിൽ സിം കാർഡ് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ സംവിധാനം. അതായത് ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ശരിക്കും അത് പ്രവാസികൾക്ക് തിരിച്ചടി തന്നെയായിരിക്കും. ഇത് ഇനി മറന്നുപോയാലോ പിന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ഏതായാലും സിം ഫോണിൽ നിന്ന് മാറിയാൽ ആപ്പ് പ്രവർത്തനം അതോടെ നിലയ്ക്കും. ചിലരുടെ സിം കാർഡ് ഒരു ഫോണിലും അവരുടെ വാട്സപ്പ് മറ്റൊരു ഫോണിലും ആയിരിക്കും. അതായത് സിം കാർഡ് ഒരു ഫോണിൽ, വാട്സപ്പ് മറ്റൊരു ഫോണിലാണ്. ഇതിനാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. പുതിയ ചട്ടം നടപ്പാക്കുമ്പോൾ ഏതായാലും വാട്സപ്പ് നടപ്പാക്കുമ്പോൾ വാട്സപ്പ് ഉള്ള ഫോണിൽ തന്നെ സിം കാർഡ് ഉപയോഗിക്കേണ്ടതായിട്ട് തന്നെ വരും. ഏതായാലും ഒരേ വാട്സപ്പ് അക്കൗണ്ട് ഒന്നിലധികം ഫോണുകൾ ഉപയോഗിക്കാവുന്ന സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട്. രജിസ്ട്രേഡ് സിം ഇല്ലാത്ത ഫോണുകളിൽ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും അക്കൗണ്ട് ലോഗൗട്ട് ആകാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായിട്ടും വരും. ഇങ്ങനെ ഫോണിലെ സിം കാർഡ് ഊരി മാറ്റിയാൽ ഇനി വാട്സപ്പും ടെലഗ്രാമും പോലെയുള്ള മെസ്സേജിങ് ആപ്പുകൾ ഇനി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. ഫെബ്രുവരി 28-നകം ഇത് നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ കമ്പനികളോടൊക്കെ, നിരവധി ആപ്പ് കമ്പനികളോട് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇതായാലും വേരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്ന് ഈ സിം വേരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്ന് ഇത് ഉപയോഗിക്കാൻ അതേ സിം ആവശ്യമായിട്ടെന്നാൽ വരില്ല. ഇത് തട്ടിപ്പുകൾക്കും കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇത് ഒരു കാരണമാണ്. കാരണം ഒരു വാട്സപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് ആക്ടിവേറ്റ് ചെയ്യേണ്ട, നമ്മൾ ഗൾഫിൽ പോയാൽ അതുകൊണ്ട് പോവാം. അപ്പൊ ഈ തട്ടിപ്പും ഇത്തരത്തിലുള്ള ചില ക്രിമിനൽ ആക്ടിവിറ്റീസിനൊക്കെ ഇത് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു കേന്ദ്ര നിർദ്ദേശം വരുന്നത്. സിം ഉപയോഗിച്ച ശേഷം വൈഫൈയിൽ ക്രിമിനലുകൾ ആപ്പ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള സൂചനകൾ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. സിം ഇല്ലാത്തതിനാൽ ഇങ്ങനെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എളുപ്പമല്ല. സിം ഡീആക്ടിവേറ്റ് ചെയ്യുകയോ മാറ്റിയിടുകയോ ചെയ്ത ശേഷവും വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയും. വിദേശത്ത് നിന്നടക്കം ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. സിം കാർഡ് ഇല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാങ്കേതിക സംവിധാനം മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. സിം ഫോണിൽ നിന്ന് മാറിയാൽ ആപ്പ് പ്രവർത്തനം അതോടെ നിലയ്ക്കണം. UPI ബാങ്ക് ആപ്പുകൾ ഈ രീതിയിലുള്ളവയാണ്. ഉദാഹരണത്തിൽ ഫോണിൽ രജിസ്ട്രേഡ് സിം ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയൊക്കെ ഇടപാട് സ്പോട്ടിൽ തന്നെ ആ ഒരു GPay സംവിധാനമൊക്കെ നിലയ്ക്കും. അതുപോലെ തന്നെയാണ് ഇനി പ്രവാസികൾക്ക് ഇടുത്തിയായിട്ട് ഈ ഒരു അവരെ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഈ വാട്സപ്പ് പോലുള്ള നാട്ടിലെ നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനിയിപ്പോ സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ് തുടങ്ങിയ ജോഷ്, ഇങ്ങനെ കുറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഇതിപ്പോൾ ബാധകമാണ്. സിം ബൈൻഡിങ് സംവിധാനം വേണമെന്നതും സ്വകാര്യ ടെലികോം കമ്പനികളുടെ കൂട്ടായ്മയായ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ് ഓഫ് ഇന്ത്യയുടെ ദീർഘകാലമുള്ള ഒരു ആവശ്യമായിരുന്നു. ഏതായാലും വാട്സപ്പ് വെബ് 6 മണിക്കൂറിൽ ലോഗ് ഔട്ട് ആകും. വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന വാട്സപ്പ് വെബ് പോലെയുള്ള വെബ് വേർഷനുകൾ ഓരോ 6 മണിക്കൂർ കൂടുന്തോറും തനിയെ ലോഗ് ഔട്ട് ആവും. അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണം. പിന്നീട് ആപ്പുള്ള ആ ഫോണിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യണം. നിലവിൽ വെബ് വെർഷനുകൾ ഒരു തവണ ലോഗിൻ ചെയ്താൽ ആഴ്ചകളോ മാസങ്ങളോ ഇവ ലോഗിൻ ചെയ്ത നിലയിൽ തന്നെ നമുക്ക് തുടരാറുണ്ട്. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഇത് നടക്കില്ല. അത് ദുരുപയോഗം ഇത് മൂലം ഉണ്ടാകുന്നു. ഇത് തടയുക എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത്. ഏതായാലും പ്രവാസികൾക്ക് ഇതൊരു വല്ലാത്ത അടിയായിരിക്കും. പുതിയ സിം എടുക്കണമെങ്കിൽ അവിടുത്തെ കുറേ അതിന് ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു സിം എടുക്കാൻ താൽക്കാലികമായിട്ടുള്ള സിമ്മൊക്കെ എടുക്കാം. പക്ഷെ പെട്ടെന്ന് ചെന്ന് അകപ്പെടുന്നവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതല്ല ചെയ്യേണ്ടെങ്കിൽ ഒരു 2 ഫോൺ യൂസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല നമുക്ക് ഈ പണ്ടൊക്കെയുള്ള പ്രവാസികൾ എന്ന് പറയുന്ന എത്രയോ രൂപയാണ് നാട്ടിലേക്കൊന്ന് വിളിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് തന്നെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ ആപ്പുകളൊക്കെ വന്നതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് കോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തലയ്ക്ക് ഇട്ട് കൊട്ടുന്ന ഒരു അടി പോലെയാണ് പ്രവാസികൾ. കാരണം ഇനി കാശ് ചെലവാക്കി വിളിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നെറ്റ് കോളിംഗ് എനിക്ക് തോന്നുന്നില്ല പറ്റും. അതിനും ഈ പറയുന്നത് പോലെ മൊബൈൽ നമ്പർ വേണമല്ലോ. അപ്പൊ ഇത്തരത്തിൽ എന്തായാലും പ്രവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും ഇതിന്റെ മറുവർഷം എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ? തീർച്ചയായിട്ടും.